ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പല സന്ദർഭങ്ങളിലും സാവൂളിനെ മുഖാഭിമുഖം നേരിട്ട് കൊല്ലാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം അത് ഉപയോഗിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് പല മാനങ്ങൾ ഉത്തരമായി നൽകാൻ കഴിയും. ഒന്നാമത്തേത്, ദൈവഭയമുള്ള ഒരാളായിരുന്നു ദാവീദ്. ഇത് കർത്താവിൻ്റെ അഭിഷിക്തനാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. സാവൂളിൻ്റെ സ്വഭാവത്തെക്കാളധികം അദ്ദേഹം ശ്രദ്ധിച്ചത് സാവൂളിൻ്റെ മേൽ ദൈവം പകർത്തിയ ഒരു അഭിഷേകത്തെയാണ്. ദൈവിക സംവിധാനങ്ങളെ മാനിക്കുന്നത് ഒരു പുണ്യമാണ്. ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളിൽ നമ്മെ നയിക്കുന്നത് ചിലപ്പോൾ പുണ്യപൂർണതയില്ലാത്ത വ്യക്തികളാണെങ്കിലും മാനുഷിക ബലഹീനതകൾ ദൈവം സ്ഥാപിച്ച അധികാര സ്ഥാനങ്ങളിൽ കണ്ടെത്തിയാലും ആ ദൈവിക സംവിധാനങ്ങളെ വ്യക്തികളുടെ പ്രത്യേകതകൾ നോക്കാതെ ബഹുമാനിക്കുന്നത് ഒരു ദൈവിക പുണ്യമാണ്. അത് ദൈവം വിലമതിക്കുന്ന ഒരു പുണ്യമാണെന്ന് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നാം വായിച്ചെടുക്കുന്നു. നമ്മെ നയിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കോ സഭാ സംവിധാനങ്ങൾക്കോ കുറവുകളുണ്ട് എന്ന് കരുതി ആ സംവിധാനത്തെ ധിക്കരിക്കുന്നത് ഒരു ശരിയായ ആത്മീയ പ്രവണതയല്ല എന്ന ഓർമ്മപ്പെടുത്തൽ ദാവീദിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്.